ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. അതിനകത്ത് റാൻഡം വേരിയബിൾ, റാൻഡം പ്രോസസ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അതിനകത്ത് ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് റാൻഡം വേരിയബിൾ. So before going into the definition of random variable or before explaining about random variable, നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ഡെഫിനിഷൻസും ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് റാൻഡം വേരിയബിളും റാൻഡം പ്രോസസ്സും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, CDF, അതൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന കുറേ ടേംസും അറിയണമെങ്കിൽ നമ്മൾ ആ ബേസിക് ടേംസ് അറിഞ്ഞിരിക്കണം. സോ അതിനകത്ത് ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കൊരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റ്, അത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന രണ്ട് എക്സ്പെരിമെൻ്റ്. ഒന്നെന്ന് പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നത്, അല്ലേ, ടോസിങ് കോയിൻ, ദാറ്റ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്, ഓർ ദാറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്. ഓർ വേറെ മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം, റോളിങ് ഓഫ് എ ഡൈ. ഓക്കെ, റോളിങ് ഓഫ് എ ഡൈ, ഒരു ഡൈ റോൾ ചെയ്യുന്നത്, അതും ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഒരു കോയിൻ, രണ്ടും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും. ഇപ്പോൾ ദീസ് ആർ ദ എക്സ്പെരിമെൻറ്റ്, ടോസിങ് എ കോയിൻ, റോളിങ് എ ഡൈ. ഓക്കെ, വെൻ യു പെർഫോം ദീസ് എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്ത് ഔട്ട്കമാണ് കിട്ടുന്നത്? ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്കം ദാറ്റ് വി ഗെറ്റ്? കോയിൻ ടോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ നമുക്ക് ഹെഡ് കിട്ടും ഓർ ടെയിൽ കിട്ടും, അല്ലേ. ഡൈ റോൾ ചെയ്യുമ്പോഴോ നമുക്ക് 1 of the 6 ഫേസസ് കിട്ടും. സോ 1, 2, 3, 4, 5 or 6. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ് അറ്റ് ദ ഔട്ട്കം. അപ്പം ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കംസ് ആർ, ഓക്കെ, എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കംസ് ആർ അൺസെർട്ടൈൻ. ഓക്കെ, അത് നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നീ ഹെഡാകാം, ടെയിലാകാം, അല്ലെങ്കിൽ 1 of these ഫേസസ് ആകാം. ഓർ എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കംസ് ആർ റാൻഡം, ഓക്കെ, ആർ നോൺ ആസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ കോയിൻ ടോസ് ചെയ്യുന്നതും ഡൈ റോൾ ചെയ്യുന്നതും ഒക്കെ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് സാമ്പിൾ സ്പേസ് എന്താണെന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ സാമ്പിൾ സ്പേസ്? ഈ ഔട്ട്കമ്മിനെ നമ്മൾ സെറ്റായിട്ട് എഴുതുവാണെങ്കിൽ അതാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഔട്ട്കം ഓർ സെറ്റ് ഫോം ഓഫ് ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വെൻ യു ടോസ് എ കോയിൻ, വാട്ട് യു ആർ ഗെറ്റിംഗ്, ഹെഡോ ടെയിലോ കിട്ടും ഔട്ട്കമ്മിൽ, അല്ലേ. അന്നേരം നമുക്ക് H, T ഇങ്ങനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസിനെ എഴുതുന്നത്. ഓക്കെ, സോ വെൻ യു ആർ റോളിങ് എ ഡൈ, ഔട്ട്കം എന്താണ്? 1, 2, 3, 4, 5, 6 കിട്ടാം. അന്നേരം വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ്: 1, 2, 3, 4, 5 and 6. ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റായിട്ട് സാമ്പിൾ സ്പേസ് എഴുതാറുണ്ട്. പിന്നെ നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് നമ്മൾ സാമ്പിൾ സ്പേസ് റെപ്രസെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ്റെതാണെങ്കിൽ ഇങ്ങനെ വെൻ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഹെഡും വരും, ടെയിലും വരും. ഡൈ ആണെങ്കിൽ 1, 2, 3, 4, 5, 6 ഈ ഔട്ട്കത്തിനെ നമുക്ക് വെൻ ഡയഗ്രാം വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഔട്ട്കത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സാമ്പിൾ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാമ്പിൾ സ്പേസിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു, അല്ലേ. ഒരു കോയിനെ ടോസ് ചെയ്യുമ്പം ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ് ദാറ്റ് വി ഗെറ്റ്. അപ്പോൾ അതിനകത്ത് ഈ ഹെഡ്, ഈ ടെയിൽ, ഇതിനെയാണ് നമ്മൾ എന്ത്? സാമ്പിൾ പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് മീൻസ് ഇഫ് ദിസ് ഈസ് ദ സെറ്റ്, if this is the sample space, then ഈ ഓരോ പോയിൻറ്റുമാണ് എന്ത്? സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് വാട്ട് സാമ്പിൾ പോയിൻറ്റ് റെപ്രസെൻറ്റ്. ഇതാണ് സാമ്പിൾ പോയിൻറ്റ്. ഈച്ച് എലമെൻറ്റ്, ഓക്കെ, സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല, ഈച്ച് എലമെൻറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, ഈച്ച് എലമെൻറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഈസ് വാട്ട് യു മീൻ ബൈ സാമ്പിൾ പോയിൻറ്റ്. അപ്പോൾ ഡൈസിനകത്ത് നോക്കുകയാണെങ്കിൽ ഡൈ റോൾ ചെയ്യുമ്പോൾ ഈ 1, 2, 3, 4, 5, 6 ഇതെല്ലാം എന്താണ്? സാമ്പിൾ പോയിൻ്റ് ആണ്. അപ്പോൾ നോർമലി ഈ സാമ്പിൾ പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഒരു കോമൺ ആയിട്ടൊരു ഫോർമാറ്റ് ഇല്ല. പക്ഷേ പല ടെക്സ്റ്റുകളിലും ചിലയിടത്ത് ഓം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, പക്ഷേ ലാംഡ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം കോമൺലി റെപ്രസെൻറ്റഡ് ബൈ ലാംഡയാണ്. ഒരുപാടിടത്തും ലാംഡ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതായത് ലാംഡ 1, ലാംഡ 2 എക്സെട്ര, അങ്ങനെ നമ്മൾ സാമ്പിൾ പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്, അതിനകത്ത് n സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സാമ്പിൾ സ്പേസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം: ലാംഡ 1, ലാംഡ 2 എക്സെട്ര അപ് ടു ലാംഡ n സാമ്പിൾ പോയിൻറ്റ്സ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് ആണ് ഇത്.
ഓർ ഇതിനെ നമുക്ക് ഇപ്പം n നമ്പർ ഓഫ് വേരിയബിൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. വേർ n varies from what n varies or you can write it like this, റൈറ്റ് ഇതിനെ i എന്നിട്ടിട്ട് i വേരിയിങ് ഫ്രം 1 to n എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് സാമ്പിൾ പോയിൻറ്റിനെയും സാമ്പിൾ സ്പേസിനെയും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വെൻ ഡയഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ് ഡിനോട്ടഡ് ബൈ എസ്. അതിനകത്ത് ഒരുപാട് സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ടാവും. λ1, λ2, λ3 അങ്ങനെ എക്സെട്രാ അപ് ടു λn സാമ്പിൾ പോയിൻറ്റുകളും ഈ സാമ്പിൾ സ്പേസിൽ ഉണ്ടാകും. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻറ്റ് ഔട്ട്കത്തിൻ്റെ സെറ്റാണ് സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസിൽ വരുന്ന ആ ഓരോ പോയിൻറ്റിനെയാണ് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ഫങ്ഷൻ. ഓക്കെ, വാട്ട് യു മീൻ ബൈ എ ഫങ്ഷൻ? അത് നോർമലി നമ്മൾ ഫംഗ്ഷനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു എഫ് ഓഫ് എക്സ് അല്ലേ, ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഹൗ വി റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഒന്നെന്ന് പറയുന്നത് ഈ എക്സ് അല്ലേ. ഈ എക്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്നത് ആ വേരിയബിളാണ്. എക്സ് ഡിനോട്ട്സ് ദ വേരിയബിൾ. ഈ എക്സിനെയാണ് നമ്മൾ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ് ആണ് ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻ. ആൻഡ് ഈ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇടുമ്പോൾ നമുക്ക് എന്ത് പറ്റും? എഫ് ഓഫ് എക്സിന് എക്സിൻ്റെ ഓരോ വാല്യൂസിനും നമുക്ക് ഓരോ എഫ് ഓഫ് എക്സിൻ്റെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് ഓരോ എക്സ് വാല്യൂവിനും വാട്ട് യു ആർ ഗെറ്റിംഗ്? വാല്യൂസ് ടേക്കൺ ബൈ എഫ് ഓഫ് എക്സ്. ഓരോ എക്സ് എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3 അങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ഓക്കെ, ആ വാല്യൂസ് ടേക്കൺ ബൈ എഫ് ഓഫ് എക്സ് ആണ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ റേഞ്ച്, ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് it is nothing but what the values taken by that function gives you the range of the function. Okay, ഇനി ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് എ റാൻഡം വേരിയബിൾ ഈസ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഒക്കെ ഞാൻ സാധാ ഒരു ഫംഗ്ഷൻ പറഞ്ഞു. ദിസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ അല്ലേ. നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ അറിയാം. എക്സ് പ്ലസ് 2, എക്സ് ക്യൂ പ്ലസ് 3 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ എക്സ് എന്താണ്? വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ എക്സ് ആണ് വേരിയബിൾ. ഈ എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്താ പറ്റുന്നത്? എഫ് ഓഫ് എക്സ് ചേഞ്ച് ചെയ്യും അല്ലേ. എക്സ് 1 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ കിട്ടും. എക്സ് 2 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് അനദർ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. സോ എക്സ് വേരിയബിൾ ആണ്. ആ എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എഫ് ഓഫ് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ആ റേഞ്ച് കിട്ടും. ഇനി നമുക്കിതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊരു വെൻ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ വെൻ യു ആർ ഗോയിങ് ഫോർ എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, ഈ എക്സിന് എഫ് ഓഫ് എക്സിന് വാല്യൂസ് വരുന്നത് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഓക്കെ, എക്സിന് ഐ ആം ഗോയിങ് ടു ഗീവ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ, സേ 1, 2, 3. ഓക്കെ, ഇനി വേറൊരു സെറ്റ്, ഇതിനെ ഞാൻ സെറ്റ് 1 എന്ന് വിളിക്കും, ഇതിനെ ഞാൻ സെറ്റ് 1 എന്ന് വിളിക്കും, ഇതിനെ ഞാൻ സെറ്റ് 2 എന്ന് വിളിക്കും. ഓക്കെ, ഇനി സെറ്റ് 2-നകത്ത് വേറെ കുറേ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സെറ്റ് 1, 2, 3 ഇത് എക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എക്സ് 1 ആകുമ്പോൾ ഈ ഫംഗ്ഷനിൽ ഇട്ട് നോക്കിക്കുക. എക്സ് 1 ആകുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ്? 1 + 2 3 ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ ശരിക്കും വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് മാപ്പ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 3ലേക്കാണ് കിട്ടുന്നത് അല്ലേ. അതായത് ശരിക്കും ഇതൊരു മാപ്പിംഗ് ആണ്. ഒരു സെറ്റിൽ നിന്ന് മറ്റു സെറ്റിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് ഈ കാണിക്കുന്നത്. എക്സ് 2 കൊടുത്തു നോക്കൂ. എക്സ് 2 കൊടുക്കുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ്? 2² + 2 4 + 2 6 ആണ് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിട്ടാണ് കിട്ടുന്നത്? 6 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ 6ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ മാപ്പിംഗ് എന്തനുസരിച്ചിട്ടാണ്? ഈ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ 1 3ലേക്ക് മാപ്പ് ആവുന്നത്, 2 6ലേക്ക് മാപ്പ് ആവുന്നത്. എക്സിന് 3 കൊടുക്കുകയാണെങ്കിൽ 3² + 2 3 3 9 + 2 11. സോ 3 വിൽ ഗെറ്റ് മാപ്ഡ് ടു 11. അപ്പോൾ ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് ആരാണ്? ശരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ശരിക്കും ഈ മാപ്പിംഗ് പെർഫോം ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് മാപ്സ് ദിസ് 1 to 3, 2 to 6, 3 to 11. ഇനിയിപ്പോൾ ഇത് വേറൊരു ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഈ ഒരു മാപ്പിംഗ്
മാപ്പിംഗ് അല്ല, വേറൊരു മാപ്പിംഗാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സപ്പോസ് ഇഫ് ഇറ്റ് വാസ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണെങ്കിൽ 1 എന്ന് പറയുമ്പോഴത്തേക്കും വെൻ യു പുട്ട് വാല്യൂ ഫോർ എക്സ് ആസ് 1, എക്സിന് 1 ഇടുമ്പോൾ എഫ് ഓഫ് എക്സ് 2 ആണ് കിട്ടുന്നത്. കണ്ടോ, ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഈ ഗിവൺ ഫംഗ്ഷൻ, ഈ ഒരു ഗിവൺ ഫംഗ്ഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മാപ്പിംഗ് ഇങ്ങനെയാണ്, ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഇങ്ങനെയാണ് മാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, സോ ഫംഗ്ഷൻ, സോ this is important, this is how we will slowly move into random variable. Okay, so a function, so function is performing what? A function is performing mapping. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. ഫംഗ്ഷൻ ഈസ് പെർഫോമിങ് മാപ്പിംഗ്, ഓക്കെ, ബിറ്റ്വീൻ ടു സെറ്റ്സ്, ഓക്കെ, ബിറ്റ്വീൻ ടു സെറ്റ്സ്, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ ഡസ് മാപ്പിംഗ് ബിറ്റ്വീൻ ടു സെറ്റ്സ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. it performs what? It performs mapping between two sets. ഒരു കാര്യം കൂടിയുണ്ട്, under a predefined, okay, under a predefined കണ്ടീഷൻ. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇവിടുത്തെ കണ്ടീഷൻ മറ്റൊന്നുമല്ല, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് മാപ്പിംഗ് നടക്കുന്നത്. ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദ ഗിവൺ കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ ഒരു സെറ്റിൽ നിന്ന് ആ എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസായ ഈ സെറ്റിൽ നിന്ന് നമ്മുടെ ആ റിസൾട്ടിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രയർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു റാൻഡം വേരിയബിൾ. ഇനി നമുക്ക് റാൻഡം വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു റാൻഡം വേരിയബിൾ. അപ്പം ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാപ്പിംഗ്, രണ്ട് സെറ്റുകൾ തമ്മിൽ മാപ്പിംഗ് ആണ് നമ്മുടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ റാൻഡം വേരിയബിളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് അറിയാവോ? റാൻഡം വേരിയബിൾസ്, വെരി ഇമ്പോർട്ടൻറ്റ്, റാൻഡം വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ. റാൻഡം വേരിയബിൾ ഒരു വേരിയബിൾ അല്ല. റാൻഡം വേരിയബിൾ ഈസ് വാട്ട്? റാൻഡം വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ between what? Between two sets. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ which performs, it is a function which performs mapping between two sets under a, or this is enough, ഇത്രയായാലും മതി. ഇറ്റ്സ് എ ഫംഗ്ഷൻ വിച്ച് പെർഫോംസ് മാപ്പിംഗ് ബിറ്റ്വീൻ ടു സെറ്റ്സ്. ഈ രണ്ട് സെറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ രണ്ട് സെറ്റ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കും അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള രണ്ട് സെറ്റാണ്. അത് ഏതൊക്കെയാണെന്നറിയാമോ? ഒരു സെറ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസും ആൻഡ് ദ അതർ സെറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്? റിയൽ ലൈനുമാണ്. അപ്പം പറയുവാണെങ്കിൽ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് പെർഫോം മാപ്പിംഗ് ബിറ്റ്വീൻ സാമ്പിൾ സ്പേസ് ആൻഡ് റിയൽ ലൈൻ. സാമ്പിൾ സ്പേസും റിയൽ ലൈനുമാണ് ആ രണ്ട് സെറ്റ്. ഇതാണ് സെറ്റ് 1, ദിസ് ഈസ് സെറ്റ് 2. സാമ്പിൾ സ്പേസും റിയൽ ലൈനും, റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, റിയൽ വാല്യൂസ് ഉള്ള -∞ മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്ന ആ ഒരു ലൈൻ. ഓക്കെ, ആ ലൈനും പിന്നെ സാമ്പിൾ സ്പേസും തമ്മിൽ മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? റാൻഡം വേരിയബിൾ. പ്ലീസ് നോട്ട് ദിസ് ഡെഫിനിഷൻ. ഓക്കെ, സോ എനി ഫംഗ്ഷൻ which map between sample space and real line is called what? Random variable. Okay, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Okay, consider a random experiment of tossing, okay, of tossing 2 coins. 2 coins toss ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നോക്കുക. 2 കോയിനാണ്. ഓക്കെ, അപ്പം സാമ്പിൾ സ്പേസ് എന്തൊക്കെയായിരിക്കും? സാമ്പിൾ സ്പേസിനകത്ത് ഞാൻ പറഞ്ഞു ഔട്ട്കം ആണ് വരുന്നത്, ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം. 2 കോയിൻ ആകുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഒന്നുകിൽ ടെയിൽ ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി ടെയിൽ ഹെഡ് ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി ഹെഡ് ടെയിൽ ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി ബോട്ട് ടെയിൽ ആൻഡ് ഹെഡ് ആൻഡ് ഹെഡും ആകാം. ഓക്കെ, 2 ഹെഡും ആകാം. ഇനി റാൻഡം വേരിയബിൾ എന്താണ് ചെയ്യുന്നത്? റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ വിച്ച് പെർഫോംസ് വാട്ട്? വിച്ച് പെർഫോംസ് മാപ്പിംഗ്. എന്ത് തമ്മിലാണ്? മാപ്പിംഗ് ബിറ്റ്വീൻ വാട്ട്? ബിറ്റ്വീൻ സാമ്പിൾ സ്പേസ് ആൻഡ് റിയൽ ലൈൻ. ഇത് തമ്മിൽ ഉള്ള ഒരു മാപ്പിംഗ് ആണ് എന്ത്? നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ, അല്ലേ?
അപ്പം ഇവിടെ ഒരു അണ്ടർ പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ, അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നില്ലെങ്കിൽ ഒരു ഈ റാൻഡം ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് മാപ്പ് ചെയ്യണമെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് പ്രയർ കണ്ടീഷൻ അനുസരിച്ച് ഈ മാപ്പിംഗ് പെർഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഈ കോയിൻസ് ടോസ് ചെയ്യുന്ന ഈ എക്സ്പെരിമെൻറ്റിൽ ഞാൻ ആ കണ്ടീഷൻ എടുക്കാൻ പോവുകയാണ്. ഇത് ക്വസ്റ്റ്യനിൽ തരും. ദിസ് ഈസ് ദ കണ്ടീഷൻ, ലെറ്റ് number of, this is the prior condition given, okay, let the number of head in the experiment represent the random variable. ഈ ആ ഫംഗ്ഷൻ എന്താണ്, ആ മാപ്പിംഗ് എന്ത് വെച്ചിട്ടാണ് മാപ്പിംഗ് ചെയ്യേണ്ടതാണ്. let the number of heads, okay, let the number of heads represent the random variable. Okay, now we will begin the mapping. എങ്ങനെ നമുക്ക് മാപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് ആണ്, ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ്. ഞാൻ വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ വരും? ടെയിൽ ആണ് ഒരു സാമ്പിൾ പോയിന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെയിൽ ഹെഡ് വരാം. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ടെയിൽ വരാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ക്യാൻ ബി ബോത്ത് ഹെഡ് ആൻഡ് ഹെഡ്. ദീസ് ആർ ദ 4 സാമ്പിൾ പോയിന്റ്സ്. ഇനി ഇതാണ് സാമ്പിൾ സ്പേസ്. ഇനി അടുത്ത സെറ്റ് എന്താണ്? റിയൽ ലൈൻ ആണല്ലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ പെർഫോംസ് മാപ്പിംഗ് ബിറ്റ്വീൻ സാമ്പിൾ സ്പേസ് ആൻഡ് റിയൽ ലൈൻ. സോ നെക്സ്റ്റ് റിയൽ ലൈൻ നമുക്ക് വരയ്ക്കാം. റിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് ദ റിയൽ ലൈൻ, ദിസ് ഈസ് ദ റിയൽ ലൈൻ ആർ, ദിസ് ഈസ് ദ റിയൽ ലൈൻ ആർ. ഇത് തമ്മിലുള്ള മാപ്പിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റാൻഡം വേരിയബിൾ റെപ്രസെൻറ്റ് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സാമ്പിൾ പോയിന്റ് നോക്കൂ, ടെയിലാണ്. അതിനകത്ത് ഹെഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ 0യിലേക്ക്, ഈ റിയൽ ലൈനകത്ത് 0 എന്ന് പറഞ്ഞ് ആ നമ്പറിലേക്ക് മാപ്പ് ചെയ്തു. ഇനി ടെയിൽ ഹെഡിനകത്ത് എന്തുണ്ട്? ഒരു ഹെഡ് ഉണ്ട് അല്ലേ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ് അല്ലേ. അപ്പം ഒരു ഹെഡ് ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് മാപ്ഡ് ടു ദ നമ്പർ 1 ഓൺ ദ റിയൽ ലൈൻ. നൗ ഹെഡ് ടെയിൽ അഗെയിൻ ഇറ്റ് ഹാസ് ഒരു ഹെഡ് ഉണ്ട് അല്ലേ. സോ അഗെയിൻ ഇറ്റ് ഈസ് മാപ്ഡ് ടു ദിസ് 1. Now head അതിനകത്ത് again 2 heads ഉണ്ട്. So this is mapped to what? 2ലേക്ക് മാപ്പ് ചെയ്യാം നമുക്ക്. സോ ഈ 0, 1, 2 എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയും പറയും സാമ്പിൾ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ നമ്പറിലേക്ക് ഔട്ട്കമ്മിനെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്കമ്മാണ് അല്ലേ, ഔട്ട്കമ്മിനെ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനാണ് എന്ത്? റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഇതാണ് പറയുന്നത്, ഇറ്റ്സ് എ ഫംഗ്ഷൻ വിച്ച് പെർഫോം മാപ്സ് ബിറ്റ്വീൻ സാമ്പിൾ സ്പേസ് ആൻഡ് ദ റിയൽ ലൈൻ ബേസ്ഡ് ഓൺ എ പ്രീവിയസ് കണ്ടീഷൻ. ഇതാണ് അത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. നമ്മളിവിടെ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് എടുക്കുന്നത്. ടെയിലാണെങ്കിൽ അതനുസരിച്ച് ഇത് മാറും. ഓക്കെ, സോ നോർമലി ഇനി നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോർമലി ഒരു ഫംഗ്ഷൻ, ഓക്കെ, ഒരു ഫംഗ്ഷൻ എഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ. അപ്പം പക്ഷേ റാൻഡം വേരിയബിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സും പാരാന്തസിസ്, എക്സ് ബ്രാക്കറ്റ്, ഇങ്ങനെയാണ് നമ്മൾ റാൻഡം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ തന്നെയാണ്, ഒരു ഫംഗ്ഷനെ പോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ എക്സ് ഫോളോഡ് ബൈ ആ ഒരു പാരാന്തസിസ്, ആ ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, അങ്ങനെയാണ് നമ്മൾ റാൻഡം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റാൻഡം വേരിയബിളിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ എക്സ് ബ്രാക്കറ്റിൽ ലാംഡ. ഓക്കെ, this is how you represent a random variable, this is how you represent a random variable. അതൊരു ഫംഗ്ഷൻ ആണ് അല്ലേ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോക്കിക്കേ, നമ്മളിവിടെ മാപ്പിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു സാമ്പിൾ പോയിന്റ് ഈ ഒരു 0യിലേക്കാണ് മാപ്പ് ചെയ്തത് അല്ലേ. ഈ സാമ്പിൾ പോയിന്റ് 1ലേക്ക് മാപ്പ് ചെയ്തു. ദിസ് സാമ്പിൾ പോയിന്റ് ഓൾസോ ഗോട്ട് മാപ്ഡ് ഇൻ ടു ദിസ് 1. ഈ സാമ്പിൾ പോയിന്റും അല്ലെങ്കിൽ ഈ ഔട്ട്കം 2ലേക്കാണ് മാപ്പ് ചെയ്തത്. അപ്പോൾ ആ ഓരോ ഔട്ട്കത്തിൻ്റെ മാപ്പിംഗ് എന്ന് പറഞ്ഞത് ഡിറ്റർമിനിസ്റ്റിക് ആണ് അല്ലേ, ഡിറ്റർമിനിസ്റ്റിക് ആണ്. വി ക്യാൻ സേ ദ മാപ്പിംഗ് ഈസ് വാട്ട്? ഡിറ്റർമിനിസ്റ്റിക്. ഓക്കെ, വേരിയബിൾ അല്ല, ഡിറ്റർമിനിസ്റ്റിക് ആണ്, അത് വേരി ചെയ്യത്തില്ല, ഇറ്റ് ഈസ് നോട്ട് വേരിയബിൾ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ റാൻഡം വേരിയബിൾ ഡിനോട്ടഡ് ബൈ എക്സ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ഫംഗ്ഷനാണ്, ഡിറ്റർമിനിസ്റ്റിക് ഫംഗ്ഷനാണ്. വേരിയബിൾ ആണോ? അല്ല, ദിസ് ഈസ് നോട്ട് വേരിയബിൾ, ദിസ് ഈസ് നോട്ട് വേരിയബിൾ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈവൻ ദോ ദ നെയിം റാൻഡം വേരിയബിൾ എന്നാണെങ്കിലും ദിസ് ഈസ് നോട്ട് വേരിയബിൾ അല്ല. നമുക്ക് ആ കിട്ടുന്ന മാപ്പിംഗ് എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് മാപ്ഡ് ടു 0, 1 and 2. ഇറ്റ് ഈസ് നോട്ട് വേരിയിങ്. സോ in short we can say ഈ ഒരു റാൻഡം വേരിയബിളിനകത്ത് നോക്കുവാണെങ്കിൽ ദിസ് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. ലാംഡ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ദാറ്റ് ക്യാൻ ബി റാൻഡം. ഓക്കെ, ദാറ്റ് ക്യാൻ ബി റാൻഡം വേരിയബിൾ ആണ്. പക്ഷേ ദിസ് ഫംഗ്ഷൻ എക്സ് ഓഫ് ലാംഡ, ഈ ഫംഗ്ഷൻ എന്താണ്? ഇത് ഫംഗ്ഷൻ ആണല്ലേ. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ ആണ് അല്ലേ. ദിസ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് വാട്ട്? റാൻഡം വേരിയബിൾ. ഓക്കെ, ദിസ് ഫംഗ്ഷൻ ഈസ് വാട്ട്?
റാൻഡം വേരിയബിൾ. ഈ ഫംഗ്ഷൻ പക്ഷേ എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് ആണ്. സോ റാൻഡം വേരിയബിൾ ഈസ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോട്ട് വേരിയബിൾ. ഡിറ്റർമിനിസ്റ്റിക് ആണ്, വേരിയബിൾ അല്ല. സോ അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. അത് പേര് റാൻഡം വേരിയബിൾ ആണെങ്കിലും റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വേരിയബിൾ. ഓക്കെ, ഇനി നമുക്ക് റാൻഡം വേരിയബിളിൻ്റെ ടൂൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് 2 ടൂൾസ് നമ്മൾ പഠിക്കണം. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, മാത്തമാറ്റിക്കൽ ടൂൾസ് ടു സ്റ്റഡി റാൻഡം വേരിയബിൾ. So always remember that random variable is a function which perform mapping. അപ്പോൾ 2 പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് is very important. This term is used throughout digital communication. Okay, cumulative and the significance നിങ്ങൾ അറിഞ്ഞിരിക്കണം. Cumulative distribution function of a random variable, and the second one is probability density function. So these 2 are the tools that are used for studying the random variable. ഈ ടൂൾസിനെ പറ്റിയിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസിനെ പറ്റിയിട്ടും ഉള്ള ലെക്ചർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.